അപ്പോൾ സാധാരണ സലഫിനെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഹദീസിനെ അഹ്ലുക സ്വീകരിക്കുന്ന അഹ്ലുസുന്നെ സ്വീകരിക്കുന്ന ഈ വിഷയത്തെ നയം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ അന്ധമായി അനുകരിക്കുക എന്നത് ശരിയല്ല. എന്നാൽ വ്യക്തിക്കല്ല പ്രാധാന്യം, പ്രമാണങ്ങൾക്കാണ് പ്രാധാന്യം. അതിനാൽ ഒരു വ്യക്തി പറഞ്ഞാലും ആ പറഞ്ഞതിൽ ഒരു പക്ഷേ പ്രമാണങ്ങൾ യോജിക്കുന്നുണ്ടാവും, പ്രമാണങ്ങളോട് യോജിക്കാത്തതുണ്ടാവും. പ്രമാണങ്ങൾ യോജിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ട് കിട്ടിയാൽ പിന്നെ അയാൾ പറഞ്ഞില്ലേ എന്ന് കരുതി അതിൽ നിൽക്കാൻ പറ്റൂല, പ്രമാണത്തിലേക്ക് മടങ്ങണം. അപ്പം നമ്മളാണോ മാറ്റിവെക്കണത്? അല്ല. ഇമാം ഷാഫി സംഗതി പറഞ്ഞു അത് അത് ശരിയല്ലാന്ന് പറയാൻ മാത്രം നിങ്ങളാരായിരിക്കും? നമ്മളാരുമല്ല. ഇമാം ഷാഫി പറഞ്ഞ് തിരുത്താൻ മാത്രം ആരുമല്ല, ഒരു സംശയമില്ല. പക്ഷേ ഇമാം ഷാഫി ആ പറഞ്ഞത് ശരിയായില്ല എന്ന് ഇമാം ഷാഫിന്റെ ശിഷ്യന്മാരോ ഇമാം ഷാഫിന്റെ സമകാലികന്മാരോ ഇമാം ഷാഫിയോട് കിടപിടിക്കുന്ന പണ്ഡിതന്മാരോ തന്നെ പറഞ്ഞു തെളിവ് സഹിതം. ഇമാം ഷാഫി കാരണം പറഞ്ഞു, ഇന്ന കാരണം കൊണ്ട്. മറ്റൊരത് മറുപടിയും പറഞ്ഞു. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അമ്മഞ്ഞപ്പോൾ ബാക്കി നോക്കണം. ഇമാം ഷാഫി പറഞ്ഞില്ല എന്ന് വിചാരിക്കണോ വേണ്ടേ? അവിടെ നമ്മൾ പറഞ്ഞത് ഇമാം ഷാഫി പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം അത് ദീനാകുന്നില്ല. അപ്പോൾ ഇമാം ഷാഫിക്ക് തെറ്റുപറ്റിയോ? തെറ്റുപറ്റിയേക്കാം. തെറ്റുപറ്റിയ ഇമാം ഷാഫിക്ക് അതിന് കുറ്റം കിട്ടുമോ? ഇല്ല. ഇമാം ഷാഫി അതിൽ കൂലിയാണ് കിട്ടുക. കാരണം അദ്ദേഹം ദീനിന് വേണ്ടി സേവനം ചെയ്തു. അതിൽ മാനുഷികമായ അബദ്ധം സംഭവിച്ചു. ചിലപ്പോൾ ഇമാം ഷാഫി തന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പറയും അതങ്ങനെയല്ല, ഇങ്ങനെയാകുന്നു എന്ന് പറയും. ഉദാഹരണം, സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ അസ്ലാത്തു ഖൈറും മിനന്നൗം എന്ന് പറയുന്നത് സുന്നത്തില്ല എന്ന് ഇമാം ഷാഫി ഗണ്യമായി പറഞ്ഞു. വഅക്റഹുന, ഞാൻ വെറുക്കുന്നു അസ്ലാത്തു ഖൈറും മിനന്നൗം എന്ന് പറയൽ എന്നാണ് ഇമാം ഷാഫി കിതാബുൽ ഉമ്മിൽ രേഖപ്പെടുത്തി വെച്ചത്. കാരണം എന്താണ്? നബിയിൽ നിന്ന് ബാങ്ക് ഉദ്ധരിച്ച സ്വഹാബിമാരാരും അസ്ലാത്തു ഖൈറും മിനന്നൗം എന്നത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അദ്ദേഹം ന്യായം ശരിയാണ്. ഇമാം ഷാഫി പറഞ്ഞ ന്യായം കൃത്യമാണ്. നബിയിൽ നിന്ന് ബാങ്ക് റിപ്പോർട്ട് ചെയ്ത പല സ്വഹാബിമാരുമുണ്ട്. ആ സ്വഹാബിമാർ റിപ്പോർട്ട് ചെയ്ത ബാങ്കിൽ എവിടെയും അസ്ലാത്തു ഖൈറും മിനന്നൗം എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇമാം ഷാഫിന്റെ അന്വേഷണത്തിൽ അങ്ങനത്തെ റിപ്പോർട്ട് കിട്ടിയില്ല. അപ്പം നബി പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റുമോ? പറ്റൂല. അത് ഇമാം ഷാഫി ന്യായം. നബി പഠിപ്പിച്ചിട്ടില്ല എന്നാണെങ്കിൽ പിന്നെ അത് പറയാൻ പറ്റൂല. അതുകൊണ്ട് അസ്ലാത്തു ഖൈറും മിനന്നൗം എന്ന് പറഞ്ഞ എനിക്ക് ഇഷ്ടമില്ല, ഞാനത് വെറുക്കുന്നു. എന്നാൽ നബി ഇമാം റഹിമഹുല്ല ശറഹ് മുഹദ്ദബിൽ രേഖപ്പെടുത്തി ഇവിടെ ഇമാം ഷാഫി പറഞ്ഞത് ശരിയല്ല, അസ്ലാത്തു ഖൈറും മിനന്നൗം എന്ന് പറയണം. അദ്ദേഹം പറഞ്ഞ ന്യായം എന്താണ്? നബിന്ന് റിപ്പോർട്ട് ചെയ്തവരാരും ഇത് ഉദ്ധരിച്ചിട്ടില്ല എന്നാണല്ലോ. എന്നാൽ ശരിയല്ല, നബി ഉദ്ധരിച്ച സ്വഹാബിമാർ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പൊ ഷാഫി ഇനി ഇമാം ഷാഫി പറഞ്ഞു തന്നിട്ട് ഇത് ഒഴിവാക്കണോ? അതല്ല, നബി റിപ്പോർട്ട് വന്നു, ഇത് സ്ഥിരപ്പെട്ട സ്ഥിതിക്ക് ഇനി ആ റിപ്പോർട്ട് സ്വീകരിക്കണമോ? അവിടെ റിപ്പോർട്ട് സ്വീകരിക്കണം. നബി ഇമാമാണ് ഇത് അസ്ലാത്തു ഖൈറും എന്ന് പറയണം എന്ന് പഠിപ്പിച്ചത്. അതാണ് നമ്മുടെ നാട്ടിൽ സ്വീകരിച്ചു പോണത്. ഷാഫി ഇമാം പറഞ്ഞ വാക്കിനെ അവിടെ ഒഴിവാക്കി. അതിനകത്ത് ഇമാം ഷാഫി മോശക്കാരാണെന്നല്ല. ഇമാം ഷാഫി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട പ്രകാരം ദീനാണ് എന്ന് ഉറപ്പുള്ള കാര്യം അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു. പക്ഷെ അതിൽ അദ്ദേഹത്തിന് മാനുഷികമായ ഒരു അബദ്ധം സംഭവിച്ചു. അത് ശേഷക്കാരായ പണ്ഡിതന്മാർ തന്നെ തിരുത്തി. അവിടെ ഇമാം ഷാഫി അന്ധമായി അനുകരിക്കണമോ അതോ പ്രമാണത്തെ ഹദീസിനെ നാം സ്വീകരിക്കണമോ? ഹദീസിനെ സ്വീകരിക്കണം. മറ്റു സംഭവം, ഒരാൾ മരിച്ച ആൾക്ക് വേണ്ടി അയാൾക്ക് നോമ്പ് ബാക്കിയുണ്ട്. മരിച്ച ഒരാൾ നോമ്പ് നോക്കാൻ ബാക്കിയുള്ള ആൾ മരിച്ചു. റമദാൻ മാസം നോമ്പൊക്കെ പോയി പിന്നീട് നോറ്റ് വിട്ടുമ്പോൾ അയാൾ മരിച്ചു. ഈ നോമ്പ് മറ്റുള്ളവർക്ക് നോറ്റ് വിട്ടാമോ ഇല്ലേ? മരിച്ച ആളുടെ നോമ്പ് മറ്റുള്ളവർക്ക് നോറ്റ് വീട്ടാമോ ഇല്ലേ? ഒരു ഹദീസുണ്ട്, മൻ മാത വഅലൈഹി സിയാമുൻ സാമ അൻഹു വലിയുഹു. ഒരാൾ മരിച്ചു, അവന് നോമ്പുണ്ട് എങ്കിൽ അവൻ്റെ വലിയ അവന് പകരം നോറ്റുകൊള്ളട്ടെ. മരിച്ചവന് പകരം നോറ്റുകൊള്ളട്ടെ. അപ്പം മരിച്ചാളുടെ ബാപ്പാക്ക് അല്ലെങ്കിൽ അയാളുടെ മകന് അയാളുടെ ഭാര്യയ്ക്ക് അയാളുടെ ഭർത്താവിനൊക്കെ അവിടെ ഇയാൾക്ക് വേണ്ട നോമ്പ് എടുക്കാം. അവിടെ വലിയ നാല് ഏറ്റവും അടുത്തവന് അർത്ഥമുള്ളൂ, കരീബ്, ഏറ്റവും അടുത്ത ആളുകൾക്ക് വലിയ ഉപയോഗിക്കാം. അപ്പം ഈ ഹദീസ് പ്രകാരം മരിച്ച ആളുടെ നോമ്പ് മറ്റൊരാൾക്ക് നോറ്റ് വീട്ടാം. അതിനെ വീട്ടിലെ നോമ്പ് വീടും. ഇമാം ഷാഫി റഹിമഹുല്ല ആദ്യകാലത്ത് പറഞ്ഞു ഈ ഹദീസ് സ്വഹീഹല്ല, ദഈഫാണ്, ദുർബലമാണ്, അതുകൊണ്ട് നോറ്റ് വീട്ടണമെന്ന് പറയാൻ തെളിവില്ല. ഉള്ള തെളിവ് ഈ ഹദീസാണ്. നോറ്റ് വീട്ടാമെന്ന് പറയാൻ തെളിവ് ഈ ഹദീസ്. ആ ഹദീസ് ആവട്ടെ സ്വഹീഹല്ല എന്ന് അതിനർത്ഥം പിന്നെ തെളിവാവില്ലെന്നാണല്ലോ. അപ്പോൾ ഇനി നോറ്റ് വീട്ടാമെന്ന് പറയാൻ വേറെ തെളിവുണ്ടോ? വേറെ തെളിവില്ല. അതുകൊണ്ട് ഇമാം ഷാഫി പറഞ്ഞു നോറ്റ് വീട്ടാൻ പറ്റൂല. പകരം നോമ്പിന് പകരം മുദ്ദ കൊടുക്കുക. ഖുർആൻ പറഞ്ഞ പ്രായശത്താണല്ലോ, നോമ്പ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരു ദിവസം നോക്കട്ടെ, അല്ലെങ്കിൽ ഒരു മുദ്ദ കൊടുക്കട്ടെ. അവന് വേറെ ദിവസം നോക്കാൻ കഴിഞ്ഞില്ല, മരിച്ചു ചെയ്തു, അപ്പോൾ അവനെ മുദ്ദ കൊടുക്കാനാണ് പരിഹാരം. എന്നാൽ ഇമാം ഷാഫി റഹിമഹുല്ല കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ വിഷയത്തിൽ പറഞ്ഞത് അബദ്ധമാകുന്നു. ആ ഹദീസ് സ്വഹീഹാണ്, അത് ദഈഫല്ല. സ്വഹീഹാണ് എന്ന് വന്നാൽ നിയമമാകെ മാറി. അതുവരെ ഉള്ള നിയമം എന്താണ്? നോറ്റ് വിട്ടാൻ പറ്റൂല. എന്നാൽ സ്വഹീഹാണ് സ്ഥിരപ്പെട്ടാലോ ഇയാൾ നോമ്പ് മറ്റുള്ളവർക്ക് നോക്കാനായി. അപ്പോൾ ഇമാം ഷാഫിയുടെ ജീവിതത്തിലെ രണ്ടാം ഘട്ടത്തിൽ ഇമാം ഷാഫി പറഞ്ഞു ഈ ഹദീസ് സ്വഹീഹാണ്, അതുകൊണ്ട് മരിച്ച ആളുടെ നോമ്പ് മറ്റുള്ളവർക്ക് നോറ്റ് വീട്ടാം. കുറച്ചു കാലം മുന്നോട്ട് പോയപ്പോൾ ഇമാം ഷാഫി വീണ്ടും മാറ്റി. അദ്ദേഹം പറഞ്ഞു അല്ല, ഞാൻ ആദ്യം പറഞ്ഞതാണ് ശരി. കൂടുതൽ പഠിച്ചപ്പോൾ എനിക്കൊന്നുകൂടെ ബോധ്യപ്പെട്ടു ആ ഹദീസ് സ്വഹീഹാകാൻ വകുപ്പില്ല, അതുകൊണ്ട് ദഈഫ് തന്നെയാണ്, അതിനാൽ നോമ്പ് നോറ്റ് വീട്ടാൻ മറ്റുള്ളവർക്ക് പറ്റുകയില്ല. ഇമാം ഷാഫി മരിക്കുമ്പോൾ അദ്ദേഹത്തെ അഭിപ്രായം അതാണ്. ആദ്യത്തെ അഭിപ്രായം
ഹദീസ് ദഈഫാണ്. രണ്ടാമത്തെ അഭിപ്രായം ഹദീസ് സ്വഹീഹാണ്. മൂന്നാമത്തെ അഭിപ്രായം ഹദീസ് ദഈഫാണ്. ഇമാം ഷാഫി മരിക്കുമ്പോൾ അതാണ് അദ്ദേഹത്തെ അവസാനത്തെ അഭിപ്രായം. അദ്ദേഹം രേഖപ്പെടുത്തി വെച്ച നിയമം അതാണ്. പക്ഷേ ആ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ വന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തു. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് മരിക്കുമ്പോൾ ഇമാം മുസ്ലിം ജനിച്ചിട്ടില്ല. ഇമാം ഷാഫി മരിച്ചത് 204 ഇമാം മുസ്ലിം ജനിച്ചത് 205. ഇമാം ഷാഫി മരിച്ച അടുത്ത കൊല്ലമാണ് ഇമാം മുസ്ലിം ജനിക്കുന്നത്. ഇമാം മുസ്ലിം ഹദീസ് രംഗത്ത് വലിയ അഗ്രഗണനായി. ഹദീസിലെല്ലാം നെല്ലും അതിലും വേർതിരിച്ചു. ഇമാം ബുഖാരി ശിഷ്യൻ കൂടിയാണ് ഇമാം മുസ്ലിം. അങ്ങനെ ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഈ ഹദീസ് അന്വേഷിക്കുകയും അദ്ദേഹം അതിനെ എല്ലാ വർഷവും പഠിക്കുകയും ഇത് സ്വഹീഹാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും അദ്ദേഹത്തെ സ്വഹീഹ് മുസ്ലിമിൽ ആ ഹദീസ് അദ്ദേഹം ഉൾക്കൊള്ളിക്കുകയും ചെയ്തു. അതോടുകൂടി സ്വഹീഹ് അല്ല എന്ന ഇമാം ഷാഫിയുടെ അഭിപ്രായം നിൽക്കതായി. ഇമാം മുസ്ലിം പറഞ്ഞു സ്വഹീഹാണ്. അപ്പൊ ഇനി ഇമാം ഷാഫി ഇത് എടുത്തിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ എടുക്കാതിരിക്കണമോ അതോ ഈ ഹദീസിലേക്ക് മടങ്ങണമോ? ഇവിടുത്തെ മദ്ഹബി പക്ഷപാതികൾ പറയുന്നത് നമ്മളിപ്പോൾ അത് നോക്കാൻ പോണ്ട, ഷാഫി ഇമാം എന്താ പറഞ്ഞത് അത് എടുത്താൽ മതി. ഞാൻ അത് പറഞ്ഞ സ്വഹീഹോ ദഈഫോ അത് നോക്കാൻ മാത്രം നമ്മളാരാണ്? നമ്മളല്ല നോക്കുന്നത്. അവിടെ അതേ കാലക്കാരോ തൊട്ടടുത്ത കാലക്കാരോ ഒക്കെ ആയ അവിടെ അതേ നിലവാരമുള്ള അല്ലെങ്കിൽ അതേക്കാൾ നിലവാരമുള്ള അല്ലെങ്കിൽ തൊട്ടു താഴെയുള്ള പണ്ഡിതന്മാർ തന്നെ ചർച്ച ചെയ്യുകയും ആ വിഷയം അവരാ പറഞ്ഞ പോലെയല്ല, അവർ പറഞ്ഞ കാരണം ഇതാണ്, എന്നാൽ അങ്ങനെയല്ല, വസ്തുത ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതിൽ പ്രമാണങ്ങളോട് യോജിക്കുന്നത് ഏതാണോ അത് സ്വീകരിക്കാം. അതും മറ്റൊരാൾ പറഞ്ഞുകൊണ്ടാണോ സ്വീകരിക്കുന്നത്? അല്ല, ഒരു ന്യായത്തെ അടിസ്ഥാനമാക്കിയിട്ട്. അതാണ് നമ്മളൊക്കെ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട്. അങ്ങനെ വരുമ്പോൾ 4 മദ്ഹബിന്റെ ഇമാമുമാർ പറഞ്ഞതിലും കുറേ ശരികൾ ഉണ്ടാവും. 4 മദ്ഹബ് ഇമാമുകൾ പറഞ്ഞതിലും ചില അബദ്ധങ്ങളും ഉണ്ടാവാം. ഒരു അബദ്ധം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർക്കതിന് കൂലി കിട്ടുന്നതാണ്. അത് നബി ഞങ്ങൾ നേരത്തെ പഠിപ്പിച്ചു പോയി. ദീനിന്റെ വിഷയത്തിൽ ഗവേഷണം ചെയ്തു കഴിഞ്ഞാൽ ആ ഗവേഷണത്തിൽ തെറ്റുപറ്റിയാൽ ഒരു കൂലിയുണ്ട്, ശരിയിലേക്ക് എത്തിയാൽ 2 കൂലിയുണ്ട്. തെറ്റുപറ്റിയ കൂലി, അതിൽ തെറ്റുപറ്റിനാണോ കൂലി? അല്ല, ഒരു ദീനിന് വേണ്ടി ഇത് ശ്രമിച്ചു, അന്വേഷിച്ചു, പഠിച്ചു, അതിന് കൂലി കിട്ടും. പക്ഷെ തെറ്റുപറ്റിപ്പോയി. അപ്പോൾ തെറ്റുപറ്റിയ ഒരു കൂലി കിട്ടുമെന്ന് പറഞ്ഞാൽ തെറ്റുപറ്റിയല്ല കൂലി. ദീനിന് വേണ്ടി പരിശ്രമങ്ങൾ നിർവഹിച്ചു, അതേ കൂലിയുണ്ട്. ശരിയിലേക്ക് എത്തിയാലോ 2 കൂലി. 1 പരിശ്രമിച്ചു, 2 ഒരു ശരി കണ്ടെത്തി സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഈ വിഷയത്തിൽ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ആദ്യം പറഞ്ഞ അഭിപ്രായം അബദ്ധമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫിക്ക് ഒരു കൂലിയുണ്ട് എന്നാണ്. രണ്ടാമത് പറഞ്ഞപ്പോൾ ആ അഭിപ്രായം ശരിയായി, അപ്പോൾ ഇമാം ഷാഫിക്ക് 2 കൂലിയുണ്ട്. മൂന്നാമത് പറഞ്ഞപ്പോൾ വീണ്ടും അബദ്ധം സംഭവിച്ചു, അപ്പോൾ ഇമാം ഷാഫിക്ക് അതിൽ വീണ്ടും ഒരു കൂലിയുണ്ട്. അല്ല ഇമാം ഷാഫി മോശക്കാരാണെന്നല്ല, എന്താ ഇമാം ഷാഫിക്ക് വലിയ ഞങ്ങൾക്ക് മാത്രമേ വീടുള്ളൂ എന്ന് ചോദിക്കാൻ അർത്ഥമില്ല. ഇമാം ഷാഫിക്ക് അതൊക്കെ ലാഭമാണ്. അദ്ദേഹം ദീനിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചു. നബി പറഞ്ഞു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അത് പറഞ്ഞു, നബി പറഞ്ഞിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴോ അതും പറഞ്ഞു. ഞാൻ മുമ്പ് അങ്ങനെ പറഞ്ഞു, ഇനി എങ്ങനെ മാറ്റുക എന്ന് ആലോചിച്ചിട്ടില്ല. അത് പറഞ്ഞു പോയില്ലേ, ഇനി മാറ്റിയ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോൾ സ്വാർത്ഥതയായി. മറ്റൊന്നും ആലോചിക്കാതെ സ്വഹിയാന്ന് ബോധ്യമായപ്പോൾ തുറന്നു പറഞ്ഞു, സ്വഹി അല്ലാന്ന് ബോധ്യമായപ്പോൾ അതും തുറന്നു പറഞ്ഞു. അതാണ് അഭിപ്രായ വ്യത്യാസം വരുന്ന ഒരു വഴി.